സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ഒക്കെ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം VS അനുരാഗിലേക്ക് പോകാം. അനുരാഗ്, ഒരു 16 വർഷത്തിന് ശേഷമാണ് ഈ കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത്. ഈ മഴ എത്തുന്നതോട് തന്നെ നമുക്കൊരു ചെറിയ വേനലിൻ്റെ ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരുപാട് അപകടങ്ങളും ഒരുപാട് ജാഗ്രതയൊക്കെ വേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് സഹിൻ ആന്റണിയിലേക്ക് പോകാം. സഹിൻ, ഇപ്പോൾ കൊച്ചിയിലെ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും എറണാകുളം ജില്ല റെഡ് അലർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല. പകരം ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയിൽ ആകമാനമുള്ളത്. പക്ഷേ ഇന്നലെ മുതൽ തന്നെ ജില്ലയിൽ ആകമാനം മഴ തോരാതെ പെയ്യുന്നുണ്ട്. ഒട്ടുമിക്കയിടങ്ങളിലും രാത്രിയോടുകൂടി തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. കാര്യമായ നാശനഷ്ടം ചില മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ, കാലടി, പെരുമ്പാവൂർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്നത് കൂടുതലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീരമേഖലകളിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ചെല്ലാനം, എടവനക്കാട്, വൈപ്പിൻ പഞ്ചായത്തുകളിൽ ആകമാനം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ ചെല്ലാനത്ത് ജനങ്ങൾ അവരുടെ പ്രതിഷേധവുമായി കടലിൽ ഇറങ്ങുന്ന ഒരു സമീപനമെല്ലാം സ്വീകരിച്ചിരുന്നു. കാരണം ഈ മഴ ശക്തമായതോടുകൂടി തന്നെ കടൽ, കള്ളക്കടലടക്കമുള്ള പ്രതിഭാസം ഇന്നുണ്ടാകുമെന്ന് പറയുന്നു. ഇന്നലെയും കടൽക്കയറ്റം കാര്യമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിലാണ് അല്പമെങ്കിലും ആശ്വാസമുള്ളത്. നഗരത്തിൽ വെള്ളക്കെട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന് കാര്യമായി തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ കാര്യമായ തകരാറുകളും കേടുപാടുകളും സംഭവിച്ചിട്ടുമുണ്ട്. ശക്തമായ കാറ്റ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരുന്നു. ആ കാറ്റിൽ വീടുകൾക്കൊക്കെ കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി സഹിൻ, നമുക്കിനി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് കൂടി ചേരുന്നുണ്ട്. VS അനുരാഗ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിലവിലെ ഒരു സ്ഥിതി എന്താണ്? അഞ്ജലി, ആദ്യം സംസ്ഥാനത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് അപകടം ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം തന്നെ ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ ഇതെല്ലാം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അത് സ്വയമേവ തിരിച്ചറിഞ്ഞ് തന്നെ മാറി താമസിക്കാൻ കഴിയുന്നവർ മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനൊപ്പം പകൽ സമയത്ത് തന്നെ ഈ ഇത്തരത്തിൽ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് തന്നെ ആവണം. വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി വേണം ക്യാമ്പുകളിലേക്ക് മാറാൻ. ഈ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ റവന്യൂ മന്ത്രി K രാജൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2 ക്യാമ്പുകളാണ് ഇന്നലത്തെ ഒരു കണക്കിൽ തുറന്നിട്ടുണ്ടായിരുന്നത്. മറ്റ് 3000-ലധികം ക്യാമ്പുകൾ തുറക്കാൻ സർക്കാർ സജ്ജമാണ് എന്നുള്ള കാര്യമാണ്. കാരണം ഇത്തവണ കാലവർഷം നേരത്തെയാണെങ്കിൽ പോലും കൃത്യമായ എല്ലാ ഒരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊപ്പം തലസ്ഥാനത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഇടവിട്ട് ശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തന്നെ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ നേരിയ ശമനമുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ അടുത്ത ജാഗ്രതാ നിർദ്ദേശം അലർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. അതിൽ ഈ അലർട്ടുകളിൽ ജില്ലകളിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ നിലവിൽ ഇപ്പോൾ എന്തായാലും
എന്തായാലും 5 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട്. എന്നാലും മറ്റ് ജില്ലകളിൽ ആ കരുതൽ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. മറ്റ് അപകട സ്ഥലങ്ങൾ, അതായത് വിനോദസഞ്ചാര മേഖലകളൊക്കെ ഉണ്ട്. ഈ വെള്ളച്ചാട്ടം പോലെയും അതുപോലെയുള്ള ജലാശയങ്ങളിലൊക്കെയും ഈ മഴക്കാലത്ത് പോകുന്നത് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അപകടങ്ങൾ കൃത്യമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അനുരാഗ്, ഇനി നമുക്ക് കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് കൂടി ചേരുന്നുണ്ട്. ലിനറ്റ്, കോഴിക്കോടിലെ ഒരു സ്ഥിതി എന്താണ്? ഈ മഴ കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞു, പക്ഷേ അതിനോടൊപ്പം തന്നെ മഴക്കെടുതികൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അവിടെ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? അഞ്ജലി, ഇന്നലെ രാത്രിയിൽ നല്ല ശക്തിയേറിയ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം മലയോര മേഖലയിൽ നല്ല ശക്തമായ കാറ്റും മഴയുമായിരുന്നു. ആ സമയത്ത് തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ഉണ്ടായിരുന്നത്. താമരശ്ശേരി ചുരത്തിൽ തന്നെ ഒരുപാട് മരങ്ങളാണ് കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ് വിലങ്ങാട്. വിലങ്ങാട് മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെയുള്ള ആളുകളെ മാറ്റി താമസിക്കാനുള്ള നടപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ജില്ലാ ഭരണകൂടം ഇതിൽ കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മലയോര മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാറി താമസിക്കണമെന്ന വിവരം ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതോടൊപ്പം ഈ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും കളക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയായ വിലങ്ങാട്, മുക്കം, താമരശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ രാത്രിയാത്രകൾ ഒഴിവാക്കണം, അനാവശ്യത്തിന് യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് കളക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പിന്നീട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണികൾ നേരിടുന്ന ഏതെങ്കിലും പ്രദേശങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അറിയിക്കണമെന്നും അതോടൊപ്പം തന്നെ ഉടൻ തന്നെ ആ സ്ഥലത്ത് നിന്ന് മാറണമെന്ന നിർദ്ദേശം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ അവിടെ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിലങ്ങാട് സ്കൂളിൽ 200ഓളം പേരെ മാറ്റി താമസിപ്പിക്കാനുള്ള ക്യാമ്പുകൾ തുടങ്ങാനുമായിട്ടുള്ള എല്ലാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിലവിൽ അവിടെ നിന്ന് 2 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ ശക്തമായ കാറ്റായിരുന്നു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം നിലച്ച ഒരു സാഹചര്യമാണ്. നിലവിലും ഇപ്പോൾ മലയോര മേഖലയിൽ ശക്തമായ കാറ്റും അതോടൊപ്പം തീരദേശ മേഖലയിൽ ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി. ശരി ലിനറ്റ്, വ്യക്തമാണ്. സംസ്ഥാനത്ത് നിന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 5 ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 9 ജില്ലകൾ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.